मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। Come on, big out നിങ്ങൾ ജോലിയൊന്നും ചെയ്യാതെ എങ്ങോട്ടേ പോകുന്നേ? ഞങ്ങളുടെ റിപ്പോർട്ട് ആരായി എഴുതുക? ഹണി, എന്റെ തല ചൂട് പിടിപ്പിക്കല്ലേ, എന്റെ ജോലി ആപത്തിലാണ്. മുന്നോ സെട്ടിന്റെ കട്ടു കാണാതായിരിക്കുന്നു. അവനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്റെ പണി തേരിക്കുന്ന കമ്മീഷണർ പറഞ്ഞു. അല്ലോ, എല്ലാവരും ഗട്ടുവിനെ അന്വേഷിച്ച എന്റെ സ്കൂട്ടർ ആരന്വേഷിക്കും? നിന്റെ സ്കൂട്ടർ എന്തിനെ അന്വേഷിക്കണം? എന്തിനു അന്വേഷിക്കണം എന്ന് വെച്ചാൽ എന്തർത്ഥം? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ വന്ന് ഞങ്ങളുടെ സ്കൂട്ടർ കളവ് പോയതല്ലേ അർത്ഥം? ആദ്യം ഗട്ടുവിനെ അന്വേഷിക്കാം, പിന്നെ സ്കൂട്ടർ അന്വേഷിക്കാം. ഒരു കാമൻ എന്നെ മര്യാദ ഇല്ല. എന്നാ സേട്ടിന്റെ ഗട്ടുവിനെ ആദ്യം അന്വേഷിക്കും പോലും. പറഞ്ഞു ശരിയാ, സ്കൂട്ടർ ഒരു വാഹനമല്ലേ, എങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷെ ഗട്ടുവിനെ ആദ്യം കണ്ടുപിടിക്കണം. ഐഡിയ. സബാഷ്, ഗട്ടുവിനെ അന്വേഷിക്കാൻ നിങ്ങൾ എനിക്ക് സഹായിക്കുമോ? എത്ര വേഗം ഗട്ടുവിനെ കിട്ടുന്നോ അത്രയും വേഗത്തിൽ സ്കൂട്ടർ അന്വേഷിക്കുന്ന പണി തുടങ്ങാം. മുന്നോസേട്ടിന് ഗുളികയുടെ അടുത്ത് സംശയമുണ്ട്. ഏത് ഗുളിക? തലവേദനയുടെ ആണോ അതോ പെപ്പർമിന്റ് ഗുളികയാണോ? ഞാൻ വീണ്ടും വല്ല മണ്ടത്തരവും പറഞ്ഞോ? ഗുളിയ എന്ന് പറയുന്നത് അവരുടെ ജോലിക്കാരനാണ്. അവസാനമായി ഗട്ട് അവന്റെ കൂടെയാണ് ഇരുന്നത്. ഇപ്പോ ഗുളിയെ കാണുന്നില്ല. എങ്കിലും മാത്രയുടെ വീട്ടിലേക്ക് പോയി അന്വേഷിക്കും. അവൻ ഇന്നലെ തൊട്ട് വീട്ടിൽ വന്നിട്ടില്ല. ഡിപ്പാർട്ട്മെന്റ് മുഴുവനും അവനെ സിറ്റിക്കകത്ത് തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുന്നാ സേട്ടിന്റെ അടുത്ത് നിന്ന് അവന്റെ അഡ്രസ് വാങ്ങിച്ചിട്ട് വരാം. ഞങ്ങളും വരാം. എന്റെ പ്രിയപ്പെട്ട ഗട്ടു, ഗട്ടുവിനെ കിട്ടും. നിങ്ങൾ അകത്തേക്ക് പോകൂ. ഈ കൊരങ്ങന്മാരെങ്ങനെ ഇവിടെ വന്നു? ഇത് സേഠ്ജി വളർത്തുന്ന കൊരങ്ങളാ. ഈ കൊരങ്ങളുടെ കാര്യം വിട്ടേക്ക്. എന്റെ ഗഡു അവനെ കിട്ടുമോ ഇല്ലെന്ന് പറ. അതെ, ഞങ്ങൾ ഈ കാര്യമായിട്ട് സംസാരിക്കാൻ വന്നതാ. എനിക്കിപ്പോ ദേഷ്യം വന്നാ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് തന്നെ അറിയില്ല. എന്റെ ഗഡുവിന് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ എല്ലാത്തിനെയും കൊന്നുകളയും. എടാ പാണ്ടാ, ഗട്ടുവിനെ കണ്ടുപിടിക്കേ. ആദ്യം ഗട്ടുവിനെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബോട്ടു എന്ന് പറയുന്നു. അപ്പൊ സ്കൂട്ടർ എപ്പോഴാ അന്വേഷിക്കുക? അതെ, ഇയാള് ഗട്ടുവാണ് ബോട്ടു എന്ന് പറയുന്നത്. ആക്സിഡന്റ് പ്രോബ്ലം. ഒരുപക്ഷെ 24 മണിക്കൂറിൽ എനിക്ക് ഗഡുവിനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ പിന്നെ നിങ്ങളുടെ ഹയർ ഒഫീഷ്യലിനെ കോൾ ചെയ്ത് എല്ലാരെയും സസ്പെൻഡ് ചെയ്യിക്കും. സാറേ, നിങ്ങൾ ആ ഗുളിക ഉള്ള സ്ഥലത്തിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞാ മതി. ചില വേദനകൾ എങ്ങനെ ഉണ്ടാവും വെച്ചാ അതിന് മരുന്നേ ഇല്ല. ഇദ്ദേഹത്തിന്റെ വേദന മരുന്ന് മാത്രം മാറ്റില്ല. വാ, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാം. ഗുളിക എവിടെ? ഗ്രാമമോ? ഇതാണ് ഞങ്ങളുടെ ഗ്രാമം. ഗ്രാമമല്ല, മാത്രയുടെ വീട് ഇതല്ലേ? എന്താ മോനെ, പേടിയോ? എനിക്ക് പേടിയാ, എനിക്ക് ഭയങ്കര പേടിയാ. രാത്രി മുഴുവൻ ഇവിടെ പുലികൾ ഇറങ്ങി നടക്കും. ഇയാളുടെ കാതുകൾ ഷോ പീസാ. അകത്തുള്ള മെഷീനറി കേടായി കിടക്കാണ്. എനി ഡൗട്ട്? നിക്ക്, ഞാൻ സംസാരിക്കാം. ഇത്രയും ബുദ്ധിയുള്ള ആൾക്കാർ പറഞ്ഞിട്ട് തന്നെ മനസ്സിലായിട്ടില്ല. പിന്നെ നീ എന്ത് പറയാനാടാ? മുത്തശ്ശ, ഹോളി എവിടെ? ഹോളി. ഓഹോ, ഗുളികയോ? അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. ഇന്നലെ ആ നഗരത്തിൽ നിന്ന് വന്നത്. വിഡ്ഢിത്വം ബുദ്ധിമാനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് വിഡ്ഢിയെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. എനി ഡൗട്ട്? അവൻ രക്ഷപ്പെടാണ്. പിടിക്കൂ. വരൂ, അവനെ നമുക്ക് പിടിക്കാം. ഇൻസ്പെക്ടർ പാണ്ട, നിങ്ങൾ ആ വഴി പോവൂ, ഞങ്ങൾ ഈ വഴി പോകാം. പിടിച്ചു. എന്നെ എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ചെന്ന് അവനെ പിടിക്ക്. ഗട്ടു എവിടെ? ഗട്ടുവോ?
ആരായി കേട്ടു? ഓവറാക്ടിങ് ചെയ്ത സത്യം പറഞ്ഞോ? അയ്യോ, ഞാൻ ഗോലിയല്ല, ഞാൻ അവന്റെ അനിയൻ റോളിയാണ്. ഇവൻ ഗോലിയല്ല. പിന്നെ താനെന്തിനാണോ ഓടിയത്? അയ്യോ, എനിക്ക് പോലീസിനെ കണ്ട പേടിയാ. ഞാനിവർ സ്കൂട്ടറിന് വേണ്ടി വന്നതാണെന്ന് കരുതി. എന്താ റോളി ചേട്ടാ, എവിടുന്നാ നിങ്ങൾക്ക് ഈ ലൊടക്ക് വണ്ടി കിട്ടിയത്? എന്റെ സ്കൂട്ടറിനെ ലൊടക്ക് വണ്ടി എന്ന് പറയോ? ജോർദാൻ, ഇത് ദേഷ്യപ്പെടേണ്ട സമയമല്ല, സന്തോഷിക്കേണ്ട സമയമാണ്. നിന്റെ സ്കൂട്ടർ കിട്ടിയിരിക്കുന്നു. എനി ഡൗട്ട്? പക്ഷെ ഗട്ടു കിട്ടിയില്ല. ഗുളിയ എവിടെ? ദാ അവനാ. ഗുളിയെ രക്ഷിക്കും ബന്നി. അവനെന്തെങ്കിലും പറ്റിയ ഗട്ടുവോ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ പിടിച്ചു. എന്നെ രക്ഷിക്കൂ. താങ്ക് യു. എടോ ഗുളിയെ, ഗട്ടു എവിടെ? വീട്ടില്. വാ, നിന്റെ വീട്ടിൽ പോകാം. എന്റെ വീട്ടിലല്ല, സേഠ്ജിയുടെ വീട്ടിലാ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ വലിയ ആളല്ല, വലിയ കൊമ്മനല്ല, നീ ഒരു കുന്തോ അല്ല. എന്ന് വെച്ചാ നീ എന്താ വിചാരിച്ചേ ഞങ്ങളുടെ കട്ടൂർ അങ്ങനെ ഈ സൈഡ് തട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നാണോ? ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞ സത്യമാ. ഞാൻ അവനെ കുളിപ്പിച്ച് ലോണില് ചെയറിൽ ഇരുത്തിയിരിക്കായിരുന്നു. അച്ഛന്റെ ചെവിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട്, അതുകൊണ്ടാ ഞാൻ ഗ്രാമത്തിലേക്ക് വന്ന്. കൊള്ളാം. ഞാൻ പറഞ്ഞ സത്യ. ഞാൻ പോയപ്പോ ചമേലിയായിരുന്നു ക്ലീനിങ് ചെയ്തോണ്ടിരുന്നത്. അവള് ഗട്ടുവിനെ കണ്ടു കാണാം. കഥ എവിടെ തുടങ്ങിയോ അവിടെ വെച്ച് തന്നെ അവസാനിക്കും. അതെ സാർ, ഗോലി പോയതിനു ശേഷം ഗട്ടു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അയ്യോ, ഈ കൊരങ്ങന്മാരെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇപ്പൊ ഇത് കൊരങ്ങിനെ പറ്റിയല്ല, ഗട്ടിനെ കുറിച്ച് ആലോചിക്കേണ്ട സമയമാണ്. ഇനി എങ്ങാനും ഗട്ടുവിനെ കൊരങ്ങന്മാര് കൊണ്ടുപോയി കാണുമോ? നീ എന്തൊരു മണ്ടനെ പോലെ സംസാരിക്കുന്നേ? സേട്ടുവിന്റെ മോനെ എന്തിനാ കുരങ്ങുകൾ തട്ടിക്കൊണ്ട് പോണ്ടത്? ഏയ്, ഗട്ടു ഇയാളുടെ മകനല്ല, പാവയാണ്. ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി പോലീസ് ഫോഴ്സ് മുഴുവൻ ഞങ്ങളെ ശല്യം ചെയ്തിരിക്കുക. നിങ്ങൾ എത്ര വലിയ സേട്ടാ, എന്നിട്ട് ഒരു പുതിയ പാവ വാങ്ങാനാവില്ലേ? അത് വെറും പാവ മാത്രമല്ല, അതെന്റെ കൂടപ്പുറപ്പും കൂടെയാ. ചെറുതിലെ എന്റെ മുത്തശ്ശൻ തന്നതാ, എനിക്കത് തീർച്ചയായും വേണം. ഇത് എമോഷനെ കുറിച്ചുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ. ജോർദാർ അവന്റെ ഉഡൻ സ്കൂട്ടറിന് വേണ്ടി എമോഷൻ ആയില്ലേ? എനി ഡൗട്ട്? ഉഡൻ സ്കൂട്ടറിന് പറയല്ലേ? ഇതൊക്കെ നോർമലാണ് സേഠ്ജി. ഇമോഷണൽ ആവുന്നതിൽ തെറ്റൊന്നുമില്ല. അയ്യോ, ആ കൊരങ്ങന്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ, നോക്കിക്കേ. അതാണ് എന്റെ ഗട്ടു. പോയി പിടിക്കാവനെ. ആര് വിഷമിക്കണ്ട, എന്റെ കയ്യിൽ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് പാവകളും കൊണ്ടുവരൂ. ഇപ്പൊ ഫ്രൂട്ട്സ് വലിച്ചെറിയൂ. എന്റെ അമ്മച്ചി, ബണ്ണി, ഞങ്ങൾ എന്തിനാ നീ ഇങ്ങനെ ഏറ് ഒരു കൊള്ളിക്കുന്നത്? മിനിറ്റ്, വേറൊരു ഐഡിയ ഉണ്ട്. ഇത് ചീറ്റിങ്ങാ. പൊതുവെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് കുരങ്ങും ചെയ്യാറ്. ഇത് വെച്ച് എന്റെ തെളിഞ്ഞു എന്ന് വെച്ചാ തലച്ചോറ് പൂച്ചയ്ക്ക് മാത്രമല്ല കൊരങ്ങന്മാർക്കും ഉണ്ടെന്നാണ്. എനി ഡൗട്ട്? എനിക്ക് എന്റെ ഗട്ടുവിനെ തിരിച്ചു വേണം.
ആ ഒരു പക്ഷെ നേർവഴിയിൽ ചെന്ന് കിട്ടിയില്ലെങ്കില് നമുക്ക് തരികിട കാണിക്കാം, മനസ്സിലായോ? എവിടെ? കുറുക്ക് വഴിയിലേക്കോ? അതട മണ്ട, ഗഡുനെ കൂട്ടിക്കൊണ്ടുവരാം. വരൂ ചേട്ടാ. ശ്രദ്ധിച്ചു കേൾക്ക്, നീ കൊമ്പനല്ല, പുലിയല്ല, സിംഹമല്ല, മനുഷ്യനല്ല, എന്തൊരു കുരങ്ങ് പോലെ അല്ല. പാവാണ് ജ്യേഷ്ഠ നിങ്ങളൊക്കെ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ അനുവദിച്ചത്. മര്യാദയ്ക്ക് ആ ബൊമ്മ വന്നില്ലെങ്കിലേ സേഠ്ജി നിങ്ങൾ ഇവിടുന്ന് എല്ലാരും പുറത്താക്കും. പിയെ, ആ കൊരങ്ങാളെ പിടിച്ചോണ്ട് പോയി കാട്ടിനകത്ത് വിട്ടിട്ട് വാ. കേട്ടില്ലേ, ഒരു ബൊമ്മയുടെ പേരിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് നഷ്ടപ്പെടണോ? മര്യാദയ്ക്ക് ആ ബൊമ്മ താ. സേഠ്ജി നിങ്ങൾക്ക് നിങ്ങളുടെ ഗഡു കിട്ടി. എന്റെ ഗഡു. അതിന് അത്ര ഇഷ്ടമാണെങ്കിൽ കൊണ്ടുചെന്ന് ബീരയിലേക്ക്. എനി ഡൗട്ട്? അതെ, ഇത് കൊരങ്ങന്മാരുടെ കൊരങ്ങാഭിമാനമാണ്. തിരിച്ചു തന്നത് കണ്ടില്ലേ? അതെ, മനുഷ്യന്മാർക്ക് മനുഷ്യാഭിമാനം ഉണ്ടല്ലോ, അതുപോലെ തന്നെ കൊരങ്ങന്മാർക്ക് കൊരങ്ങാഭിമാനം. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.